അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ എന്താണ് എന്നുള്ളത് അവിടെ ഒരു മാറ്റർ അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെമ്പററി ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ ഇപ്പോൾ മെയിൻ്റനൻസിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറേ ജോബ് കോഡുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ ISL ലിസ്റ്റിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉള്ള പോലെ എനിക്ക് തോന്നണേ. അതിനകത്ത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ജോബേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക്. ഈ ഒരു എന്താ പറയുക, ഇപ്പം ഈ ഡിപ്പെൻഡന്റ് ആയിട്ടൊക്കെ വരുന്നവർക്കൊക്കെ അവർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ ഒരു ന്യൂ എൻട്രന്റിന്റെ അലവൻസോ അങ്ങനെ ഒന്നും, മീൻസ് ആ ഒരു റിഡക്ഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ ജോബുകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിക്കുക, എങ്ങനെ നമ്മുടേതായിട്ട് മാച്ച് ചെയ്യാൻ നോക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ പറഞ്ഞു തരാമോ എന്ന് പറയുന്നവരോട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും ടെമ്പററി ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ വരുന്ന ജോബുകളുമായിട്ട് മാച്ച് ചെയ്യുന്ന ജോബുകൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഒബിയസ്ലി ലൈസൻസ് ഉള്ളവർക്ക്, സ്പോൺസർ ചെയ്യാൻ ലൈസൻസ് ഉള്ളവരെ മെയിനായിട്ടും ഫോക്കസ്